ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫുഡ്സിനെ പറ്റി പറയാൻ പോവുകയാണ്. ഫ്രൂട്ട്സിനെയൊക്കെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഈ സമ്മർ ടൈമിൽ കുറച്ചും കൂടെ നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. ഈ സണ്ണിൽ നിന്നുണ്ടാകുന്ന ഡാമേജ് ഇതെല്ലാം പോകാനുള്ള ഒരു ഫുഡ്, ഒരു ഡയറ്റ് തന്നെ എന്ന് പറയാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മാക്സിമം ഇതെല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് സ്കിൻ ഹെൽത്തിനെ കുറിച്ച് നോക്കാം. അതായത് വിറ്റാമിൻ എയും സിയും ഇയും ആവശ്യം. വിറ്റാമിൻ എയിലുള്ള പപ്പായ, മാംഗോ, വാട്ടർമെലൺ, ഗ്രേപ്സ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പിന്നെ വിറ്റാമിൻ സിയിലും ഗ്രേപ്സും മാംഗോയും ലെമണും പപ്പായ, സ്ട്രോബെറി, ഓറഞ്ച്, കിവി ഇതെല്ലാം വിറ്റാമിൻ സിയിലും അടങ്ങിയിട്ടുണ്ട്. അടുത്തത് വിറ്റാമിൻ ഇയിൽ അവക്കാഡോ, കിവി, മാംഗോ എന്ന് പറയുമ്പോൾ എയും സിയും ഇയും ഉള്ളതാണ്. അപ്പം നിങ്ങൾ മാക്സിമം മാംഗോ ഒക്കെ ഈ സമ്മർ ടൈമൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ മാംഗോ നിങ്ങൾ മാക്സിമം കഴിക്കാൻ നോക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾ വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രൂട്ട്സിന് വിറ്റാമിൻ എ എന്നുള്ള 1-2 ഫ്രൂട്ട്സ്, വിറ്റാമിൻ സി എന്നുള്ള 1-2 ഫ്രൂട്ട്സ്, വിറ്റാമിൻ ഇ എന്നുള്ള 1-2 ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. പിന്നെ ഈ സമ്മർ ടൈമിലെന്ന് വെച്ചാൽ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ് സ്കിന്നിന്. ഗ്രീൻ ടീയും ടൊമാറ്റോ ഒക്കെ ഈ സമ്മർ ടൈമിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് അടിപൊളിയാണ്. അടുത്ത ഷുഗറിൻ്റെത് പറയുകയാണെങ്കിൽ ഷുഗറിൻ്റെ മെയിൻ നിങ്ങൾ ഈ സമ്മറിൽ മാക്സിമം ഷുഗർ കഴിക്കാതിരിക്കാൻ നോക്കുക. ഷുഗറിന് പകരം നമുക്ക് ചായയുടെ ശർക്കരപ്പൊടി പോലെ വേറൊരു സംഭവം കിട്ടും, അത് നിങ്ങൾക്ക് ഇടാം. അല്ലെങ്കിൽ ശർക്കരപ്പൊടി തന്നെ ഇടാം. ശർക്കരപ്പൊടി ഇടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഞങ്ങളിവിടെ വീട്ടിൽ ആ പൊടി തീർന്നു പോയി ഞങ്ങൾ ശർക്കരപ്പൊടി ഇട്ട് തന്നെയാണ് കുടിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഷുഗറിനെയും കാട്ടി എന്തുകൊണ്ടും നല്ലതാണ്. ഷുഗർ നമ്മൾ എത്രത്തോളം കഴിക്കാതിരിക്കുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ മാക്സിമം ഷുഗർ ഒഴിവാക്കണം. ഷുഗർ എന്ന് പറയുമ്പോഴേ ഈ സമ്മർ ടൈമിൽ കഴിച്ചുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളെ ചൂട് ബോഡിയിലുള്ള അല്ലെങ്കിൽ പുറമെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ചൂട് ഒന്നാമത് നമുക്ക് നല്ല ചൂട് അടിക്കുന്നത്. ചിലവരെ വീട്ടിൽ നല്ല ചൂട് കൂടുതലുമാണ്. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാണ്. എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ നിൽക്കണമെങ്കിലും അച്ഛമ്മയുടെ വീട്ടിൽ നിൽക്കണമെങ്കിലും ഇത്രയും ചൂടില്ല. പക്ഷേ എൻ്റെ ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഭയങ്കര ചൂടാണ്, ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. അതായത് ചൂടെന്ന് പറയുമ്പോഴേ നമുക്ക് ഫാൻ ഇട്ടാലും ചൂടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫാൻ ഇല്ലാതൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയണ്ട. ഇരുന്നിട്ട് 3 മിനിറ്റേ ആവുള്ളൂ, നല്ലോണം വിയർക്കുന്നുമുണ്ട്. ഭയങ്കര ചൂടുള്ളതാണ് ഈ വീട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കപ്പോഴും നിങ്ങൾ ഈ ഷുഗർ കഴിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചൂട് കൂടത്തേ ഉള്ളൂ. മാക്സിമം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഷുഗർ മാക്സിമം ഒഴിവാക്കണം. ഷുഗർ കഴിച്ചുകൊണ്ട് നമുക്ക് അതെനിക്ക് അനുഭവമുള്ളതാണ്. അതായത് നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഷുഗർ നിർത്തി കുറേ ഒരു 3-4 മാസമൊക്കെ ഷുഗർ കഴിക്കായിരുന്നു. ഒരു ദിവസം 1-2 ദിവസത്തേക്ക് ആ പൊടിയും ഇല്ലെന്ന് ശർക്കരയും തീർന്നു പോയിട്ട് ഞങ്ങളിവിടെ ഷുഗർ എടുത്ത കുറച്ച് ദിവസത്തേക്ക് നല്ല ക്ഷീണം, ഒന്നും ചെയ്യാൻ. അതായത് ബെഡിലങ്ങ് ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതി. രാവിലെ എനിക്ക് പിന്നെ ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് ഷുഗർ കഴിച്ചാലുള്ള, പ്രത്യേകിച്ച് സമ്മർ ടൈമിലും കൂടെ ഭയങ്കര ഷുഗർ കഴിച്ചാൽ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും, നല്ല ടയേർഡാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്കിന്നിന് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നേരത്തെ, അതായത് കുറച്ചും കൂടെ ഈ ഏജിൻ്റെ ഒക്കെ നമുക്ക് കുഴപ്പമില്ല. എന്നാൽ നമ്മൾ എത്രത്തോളം ഷുഗർ കഴിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് ചെല്ലപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ചുളുകയും നമ്മുടെ സ്കിന്നിന് കുറേ മാറ്റങ്ങൾ സംഭവിക്കും. സ്കിന്നിന് സംഭവിക്കുന്ന മാറ്റങ്ങളിൽ നിന്നും കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് സ്കിന്നിൽ മാറ്റങ്ങൾ വരെയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനെല്ലാം നല്ലത് ഈ ഷുഗർ യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വേറെ അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം സമ്മറിന് ഒരു ഡയറ്റിങ് ആവശ്യമുണ്ട്. സമ്മർ ടൈമിൽ നല്ല രാവിലെ മൊത്തത്തിൽ ഒരു ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അല്ലാതെ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ഡയറ്റൊക്കെ ചെയ്യണം എന്നാൽ അതിന് എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് ഉള്ളൊരു ഡയറ്റിംഗ് പ്ലാനാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. രാവിലെ തന്നെ നിങ്ങൾക്ക് നാരങ്ങ വെള്ളം കുടിക്കാം. പഞ്ചസാരയിട്ട് കുടിക്കണമെന്നില്ല, ഉപ്പിട്ട് കുടിക്കാം. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഉപ്പിട്ട് നിങ്ങൾക്ക് നാരങ്ങ വെള്ളം കുടിക്കാം. പിന്നെ കുറച്ചൊക്കെ രാവിലെ ഒരു ഉച്ച ആവുന്നതിന് മുന്നേ, എന്നാൽ രാവിലെ കുറച്ചും കൂടെയൊക്കെ ആയിട്ടൊരു 9-10 ആ ഒരു ടൈമിനൊക്കെ നിങ്ങൾക്ക് ഒരു 9:30-10 ആ ഒരു ടൈമിനൊക്കെ നിങ്ങൾക്ക് പപ്പായ സ്മൂത്തി ആയിട്ട് കുടിക്കാം. പപ്പായ സ്മൂത്തി ആയിട്ട് കുടിക്കുന്നത് നല്ലതാണ്. പപ്പായ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പാലും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്കത് സ്മൂത്തി ആയിട്ട് അടിച്ച് കുടിക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക്
നിങ്ങളുടെ സ്കിന്നിനും നല്ലതായിട്ട് ഇരിക്കും. അടുത്തത് ഒരു ലഞ്ച് ടൈമൊക്കെ ആപ്പിൾ അപ്പം കഴിക്കാന്ന് വെച്ചാൽ ഈ കുക്കുംബർ പിന്നെ സ്പിനാച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒലീവ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഒരു സലാഡാക്കി നിങ്ങൾക്ക് കഴിക്കാം. അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും നിങ്ങളുടെ സ്കിന്നിന്. ആൽമണ്ട്, വാൽനട്ട് അതൊക്കെ നിങ്ങൾക്ക് സ്നാക്സ് ടൈമിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ കുറച്ച് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാട്ടർമെലൺ സ്മൂത്തി ആയിട്ട് കുടിക്കാം. വാട്ടർമെലൺ അല്ലാതെ തന്നെ കഴിക്കാം. അല്ലാതെ തന്നെ കഴിക്കാൻ കുറച്ചും കൂടെ നല്ലതാണ്. അല്ലെങ്കിൽ വാട്ടർമെലൺ ജ്യൂസ് ആയിട്ട് കഴിക്കാം. ഇതൊക്കെ കുറച്ചും കൂടെ നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണ്. ഈ ഫ്രൂട്ട്സ് ജ്യൂസായിട്ട് കുടിക്കുന്നത്, ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്കി വരുന്നത് എടുത്ത് കളഞ്ഞിട്ടില്ല, മൊത്തത്തിൽ മിക്സിയിൽ അടിച്ച് നമ്മൾ എടുക്കുന്ന ആ ഒരു ഇതിൽ തന്നെ അരിക്കാതെ കുടിക്കുന്നത് നല്ലതാണെന്ന് പറയും. പിന്നെ രാത്രിയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ്, എഗ്സ് ഇതൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നത്. എഗ്ഗൊക്കെ കുറച്ച് നല്ലതാണ്. മുട്ടയുടെ വെള്ള കഴിക്കാനാണ് നല്ലത്, ആ മഞ്ഞ അത്ര നല്ലതല്ല. അത് ഫാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്ര നല്ലതെന്ന് ഞാൻ പറയൂല. വെള്ളയാണ് കുറച്ചും കൂടെ നല്ലത്. പ്രോട്ടീൻ വെച്ചാണ് ആ മുട്ടയുടെ ആ ഒരു വെള്ള പോർഷൻ, വൈറ്റ് ആ ഒരു കവറിങ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഇതാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ മാക്സിമം നിങ്ങൾ വെള്ളം കുടിച്ച് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. വാട്ടർമെലൺ, പൈനാപ്പിൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. ഇതൊക്കെ കുറച്ചും കൂടെ നല്ലതാണ് നിങ്ങളുടെ സ്കിന്നിന്. പിന്നെ പപ്പായൊക്കെ കഴിക്കണം. പപ്പായൊക്കെ നല്ലതായിട്ട് ഈ സീസണിൽ നല്ലോണം നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണ് പപ്പായ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് നിങ്ങൾ മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്ത് ഈ സമ്മർ ടൈം ഈ വെക്കേഷനൊക്കെ നല്ലോണം കൊണ്ടുപോകണം. ഈ സമ്മർ ടൈമിലെന്ന് വെച്ചാൽ ഷുഗർ മാക്സിമം കഴിക്കാതെ വെള്ളം കുറേ കുടിക്കുന്നതാണ് നല്ലത്. മാക്സിമം ഒരു 2-2.5 ലിറ്റർ നിങ്ങൾ കുടിക്കണം. ഞാനത് കുടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ 2-2.5 ലിറ്റർ നിങ്ങൾ കുടിക്കണം. അതിനനുസരിച്ച് അളവുള്ള ബോട്ടിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. ആ ഒരു ഇത് കുടിക്കുന്നതിൻ്റെ അളവ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അത്രയും ഇതായിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു മോട്ടിവേഷനായിട്ട് അത് കുടിച്ച് പോവുകയും ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെർച്ച് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.